ഒരു യുവ ഇടയനെറിഞ്ഞ കല്ല് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ വെളിപാടിന്റെ വാതിൽ തുറന്നു. ദൈവവചനം പലപ്പോഴും മറഞ്ഞിരിക്കും. മരിച്ച സമുദ്രത്തിലെ ഈ ഗ്രന്ഥങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സത്യങ്ങൾ മണലിനടിയിലായാലും അവ ഒരു നാൾ വെളിച്ചത്തിലേക്ക് വരും. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള വചനങ്ങൾ ഇന്നും മനുഷ്യന്റെ ആത്മാവിൽ മുഴങ്ങും. എനോക്ക് പറയുന്നത് മനുഷ്യർക്ക് അനുവദിക്കപ്പെടാത്ത അറിവ് ദൂതന്മാർ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിനെക്കുറിച്ചാണ്. ആ അറിവ് മനുഷ്യനെ ശക്തിയുള്ളവനാക്കി, പക്ഷേ അതേസമയം വീണവനാക്കി. ആ രഹസ്യങ്ങൾ പിന്നീട് മരിച്ച സമുദ്ര ഗ്രന്ഥങ്ങളിൽ മറഞ്ഞുകിടന്നു. കാലത്തിന്റെ മണലിനടിയിൽ മറഞ്ഞ ദൈവിക വെളിപ്പെടുത്തലുകൾ. കുമ്രാനിലെ ഗുഹകളിൽ കണ്ടെത്തിയത് മരിച്ച സമുദ്ര ഗ്രന്ഥങ്ങൾ, രഹസ്യങ്ങളാൽ നിറഞ്ഞ പുരാതന ചുരുൾ ഗ്രന്ഥങ്ങൾ. അവയിൽ എഴുതിയിരുന്നത് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അതിർത്തിയിൽ നിന്നുള്ള വചനങ്ങൾ, ദൈവദൂതന്മാരുടെ, പ്രവാചകന്മാരുടെ, മനുഷ്യൻ മറന്ന ആത്മീയ സത്യങ്ങളുടെ കഥ. ഇത് മരിച്ച സമുദ്രത്തിന്റെ തീരങ്ങളിലെ മരുഭൂമിയാണ്. നൂറുകണക്കിന് വർഷങ്ങളായി കാറ്റും മണലും ഈ പാറകളിൽ നിശബ്ദത മാത്രം എഴുതിയിരുന്നു. എന്നാൽ 1947 ഒരു ചെറു ഇടയന്റെ കയ്യിൽ വീണ കല്ല് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലിലേക്കാണ് വാതിൽ തുറന്നത്. ഇവ വെറും ചരിത്രരേഖകൾ അല്ല, ഇത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവാണ്. ഒരു കാലത്ത് നിശബ്ദമായിരുന്ന ഈ ചുരുൾ ഗ്രന്ഥങ്ങൾ ഇന്നും ആത്മാവിന്റെ ആഴത്തിൽ സംസാരിക്കുന്നു, പാപത്തിന്റെ, വീണ്ടെടുപ്പിന്റെ, വെളിപ്പെടുത്തലിന്റെ കഥയായി. ഇവ വെറും ചരിത്രരേഖകൾ അല്ല, ഇത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവാണ്. ഒരു കാലത്ത് നിശബ്ദമായിരുന്ന ഈ ചുരുൾ ഗ്രന്ഥങ്ങൾ ഇന്നും ആത്മാവിന്റെ ആഴത്തിൽ സംസാരിക്കുന്നു, പാപത്തിന്റെ, വീണ്ടെടുപ്പിന്റെ, വെളിപ്പെടുത്തലിന്റെ കഥയായി. ഈ ഗ്രന്ഥങ്ങൾ നമ്മെ നേരിട്ട് യേശുവിന്റെ കാലത്തേക്കാണ് നയിക്കുന്നത്. വ്യത്യസ്ത ഭാഷകളിൽ ഹീബ്രു, ആരാമായം, ഗ്രീക്ക് എഴുതിയ ഇവയിൽ നിന്നാണ് നമുക്ക് ആദിമ ക്രിസ്ത്യാനികളുടെ ചിന്തയും പ്രതീക്ഷയും കാണാൻ കഴിയുന്നത്. എന്നാൽ അതിൽ ചിലത് അതിലും രഹസ്യമാണ്. എനോക്കിന്റെ പുസ്തകം, യുദ്ധഗ്രന്ഥം, നന്ദി സ്തോത്രങ്ങൾ, ദൂതന്മാരുടെയും വീണവരുടെയും സ്വർഗീയ വിധിയുടെയും കഥകൾ പറയുന്ന ഗ്രന്ഥങ്ങൾ.